അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. നീ താഴെ യൂട്യൂബിൽ കമന്റ് എടുത്ത ആൾക്കാർ കാണാൻ പറഞ്ഞിട്ടല്ലേ? ഇനി നീ എങ്ങാനും ഈ യൂട്യൂബില് താഴെ ഇടുന്ന കമന്റ് വായിച്ചിട്ടാണോ നീ പറയാ കള്ളപ്പണം എടുപ്പിക്കുന്ന കാര്യം? നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ട് അതിന് പറയാൻ? എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന്? ഇമ്മാതിരി വിവരക്കേട് എന്റെ അടുത്ത് എടുക്കരുത്. ഇപ്പൊ എനിക്ക് എന്നെ കിട്ടൂല. നിനക്ക് എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച്, സിനിമയെ കുറിച്ച്? അപ്പൊ മിണ്ടരുത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എന്നാ പോവാൻ നോക്കടാ. അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫെൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക. ശരി, എപ്പോഴാണ്ടാ ഇതൊക്കെ പഠിക്കുന്നത്? ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം. എടാ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര സിനിമ എന്നറിയാമോ? ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക. പഴയ ബിൽഡിംഗ് തള്ളി മറിച്ചിടരുത്. ഇയാളെന്താ ഒരുമാതിരി പിള്ളേരെ പോലെ? ഇവിടെ വേണ്ടത് സിറ്റ് പടം ചെയ്യുക, ഇതൊന്നുമല്ല. അച്ചടക്കം, മര്യാദ, എവിടെ എന്ത് സംസാരിക്കണമെങ്കിലും വെറുപ്പിക്കാതിരിക്കുക. നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അതാ. പിന്നെ നാണക്കെടുത്തി. നീ ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു, എന്നെ വെറുപ്പിച്ചു. ഇത്രയും ആൾക്കാർ, നിനക്ക് ഒരു വില ഞങ്ങളെടുത്തുണ്ടോ? ഒന്നുമില്ലല്ലോ. ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം എന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചു തരിക? അല്ല, ഞാൻ സിനിമയെ എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണണം, നീ എനിക്ക് പഠിപ്പിച്ചു തരണോ? എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ പറ്റരുതെന്ന് മനസ്സിലായോ? അല്ലല്ല, സിനിമയെ കുറിച്ച് എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് രണ്ടുണ്ട്. നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത്? നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്, പുല്ലുവില. ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ. ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇവൻ ആവശ്യമില്ലാത്ത ചൊറിയ ചോദ്യം. ഞാനങ്ങ് പേടിച്ചു പോയി. ചോദ്യം മോൻ പറഞ്ഞു, കള്ളപ്പണം വെളുപ്പിക്കാനാണ് സിനിമ എടുക്കുന്നതെന്ന്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.